ഞങ്ങൾ വാഗമൺ ഒരു മൊട്ടക്കുന്നിന്റെ മുകളിലാണ്. മൊട്ടക്കുന്ന് എന്നൊക്കെ പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളുള്ള ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ ഭയങ്കര ടോപ്പിലാണ്. ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നേച്ചർ എന്നൊക്കെ പറഞ്ഞ അന്യ രസമാ. എന്താ വൈബ്, ഒരു രക്ഷയില്ല. ഭയങ്കര വൈബാണ്. നോക്കിക്കേ, പച്ചപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഈ സ്ഥലം ഭയങ്കര ടോപ്പിലാ. ഞങ്ങൾ താഴെ വണ്ടി ഇട്ടിട്ട് ഇവിടം വരെ നടന്നാ വന്നത്. ഞങ്ങൾ വന്ന വഴി കണ്ടോ? ഭയങ്കര രസമല്ലേ? പാത്തു മടുത്തോ? ഇല്ലടാ, നല്ല രസമായിരുന്നു. ആദ്യം ആ ഫുഡ് ഉണ്ടാക്കാനുള്ള ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്യുവാണേ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മസാലപ്പുട്ടാണ്. നമുക്ക് ആദ്യം ബീഫ് ഇടാം. നമുക്ക് ബീഫ് വേവിക്കാം. ബീഫ് വേവിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം സബോള ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് പച്ചമുളക് ഇടാം. ഇനി മീറ്റ് മസാല ഇടാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. അടുത്തതായി നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടിച്ചിട്ട് ബീഫ് വേവിക്കാം. ബീഫ് വേകുന്ന സമയത്തിന് നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കാൻ അജ്മിയുടെ പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. നമുക്ക് നനയ്ക്കാനുള്ള പുട്ടുപൊടി വേറെ പാത്രത്തിലോട്ടാക്കാം. നമുക്ക് അല്പം അല്പം വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ചെറു ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. റെഡിയായോ? ഇപ്പോൾ ആവും. ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ബീഫ് ചോപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബീഫ് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് താളിച്ചെടുക്കാം. പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇനി കുറച്ച് മുളക് പൊടിയും. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത ബീഫ് ഇടാം. പിന്നീട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. സമയം 5:30 മക്കളെ സഹായിക്കാൻ ഉമ്മയും കൂടെ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും ബീഫും കൂടെ നിറയ്ക്കാം. ആദ്യം അല്പം ബീഫ് ഇട്ട് കൊടുക്കാം. ശേഷം നനച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലെയറാക്കി നിറച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നമ്മുടെ പുട്ട് വേകാറായി. ഇപ്പം റെഡിയാവും. ആകാശത്തിൻ്റെ കളർ കണ്ടോ? നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നോക്കിയേ, നല്ല വ്യൂ അല്ലേ? സൂര്യൻ അസ്തമിക്കാറായി. പുട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത പുട്ടും വേകാറായി. രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആ പുട്ടങ്ങോട്ട് തള്ളിയിട്ടപ്പോൾ വന്ന മണം ഒന്നും പറയാനില്ല. സൂപ്പർ. സംഭവം അടിപൊളിയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. ഈ സമയത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല തണുപ്പും അല്ലേ?